ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ലൈഫ് വ്ളോഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം ഫുള്ളും ബിസിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ ഞാനൊരു ട്രിപ്പ് പോവാണ്. പെട്ടെന്നൊരു പ്ലാനിങ്ങാണ്, എല്ലാം ഒരു പെട്ടെന്നാണ്. അപ്പോൾ ഇതാ നമ്മളൊരു ട്രിപ്പ് പോവാണ്. ഊട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇക്കാൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളൊരു 9:30 ആ ഒരു ടൈമാകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. എന്നിട്ട് അവിടുന്ന് അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ വിടുവട്ടെ ഇവിടുന്ന്. Artegone Kambam Teni Edle Tripua സെറ്റ് പോവാം. Tolati guys Tall ഫാസ്റ്റ് ഉണ്ടോ അതിന് അങ്ങനെ രാവിലെ ഒരു 6:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ജസ്റ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ച് വടയൊക്കെ കഴിച്ച് അങ്ങനെ ഇനിയും വീണ്ടും തുടങ്ങി നമ്മൾ യാത്ര. നമ്മൾ കൊടൈക്കനാൽ എത്തുമ്പോൾ ഒരു 12 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായത്. അവിടെ കയറിയിട്ട് നല്ല മസാല ദോശ കഴിച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ അടുത്ത് അവർ റൂം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ റൂം. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തി. കുറേ ടൂറിസ്റ്റ് ടീമുണ്ട് കേട്ടോ. അപ്പോൾ വേറെ നമ്മളെ ഫാമിലിയിൽ നിന്ന് വേറെ ആളുമുണ്ട്. അവർ ബസ്സിനാണ് വന്നിട്ടുണ്ടായത്. അവർ വേറെ ഫാമിലി ആയിട്ട് അങ്ങനെ വന്നതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. നമ്മൾ ഫസ്റ്റ് ഒരു റൂമിലോട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു വലിയ റൂമിലോട്ടേക്ക് മാറി കേട്ടോ. Ready 1 2 3 start. പറ ഗായ്സ് നമുക്ക് ഇറങ്ങാൻ പോകാം ഗായ്സ്. അപ്പോൾ ഇതാ നമ്മൾ ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ ഇവിടുത്തെ ഈ കൊടൈക്കനാൽ എന്ന് പറയുമ്പം തന്നെ മനസ്സിലോട്ട് വരുന്നൊരു പേരാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൂവി മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ അവരെ ഹിഡൻ പ്ലേസാണ് ഗുണ കേവ്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായത്. ആ മൂവി കണ്ടപ്പോൾ ഉണ്ടായിന് മനസ്സിൽ ഒന്ന് കാണണമെന്ന്, ഒരു പ്ലേസ് ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ ഉണ്ടായത്. ഭയങ്കര ആൾക്കാരായിരുന്നു ഉണ്ടായത്. എന്താ പറയുക, ഇഷ്ടമല്ല നമുക്കൊന്ന് ശരിക്കൊന്ന് കണ്ടു നിൽക്കാൻ പറ്റാത്തതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും ക്രൗഡായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്.
ബാഗ് അല്ല പൈസ ഫോണത് എടാ ഫോണത് വാച്ച് എന്തോന്ന് ഇപ്പൊ അപ്പോൾ ഇപ്പോൾ കണ്ട ഒരു സീനില്ലേ അതാണ് ഇവിടെ വന്ന മിക്ക സ്പോട്ടിലും പോയപ്പോൾ ഉണ്ടായൊരു അനുഭവം കേട്ടോ ഈ ഒരു കുരങ്ങൻ്റെത്. പിന്നെ എന്താണ് ഇത് കാണാനും ഒരു നല്ല കോമഡി ആയിട്ടുണ്ടായിനി. ഒരാൾക്കാർ എങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരാൾ ബാഗ് പിടിച്ച് പോന്ന് നേരെ മുകളിൽ പോയിട്ട് ആളങ്ങ് കൊണ്ടുപോവല്ല ചെയ്യുന്നത്, അത് പബ്ലിക്കായിട്ട് അതിൻ്റെ ബാഗിൻ്റെ അകത്തുള്ള എല്ലാ സാധനം എടുത്ത് പുറത്തിടുക. അപ്പോൾ ഗേൾസിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം എടുത്ത് പുറത്തിടുന്നതാണ് കേട്ടോ കൂടുതലും ഉള്ളത്. ഈ ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ, കുറേ ഇൻസിഡൻ്റ് ഇതുപോലെ അവിടെ ഉണ്ടായിട്ടുണ്ടായിന്. കുറേ ആളെ ബാഗ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി എടുത്ത് മേലിൽ കൊണ്ടുപോയിട്ട് ഈ ഓരോ സാധനമായിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിന് കേട്ടോ. കാരണം ലിപ്സ്റ്റിക്ക്, ഫോണ്, ഗേൾസിൻ്റെ ഓരോ ഐറ്റംസ് പ്രൊഡക്റ്റൊക്കെ ഇങ്ങനെ താഴേലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ടായിന്. ഇംഗ്ലീഷിലോ? ഇവിടെ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരു ഷോപ്പിൽ കണ്ടറ് മുതലേ പറയുന്നുണ്ട് ഈ സ്റ്റാർ ഫ്രൂട്ടിന് ടേസ്റ്റ് നോക്കണം. ഫൈനലി ഒക്കെ അത് വാങ്ങിക്കൊടുത്തിട്ടാണ് ആൾക്ക് പിന്നെ അത് ഇഷ്ടമായിട്ടില്ല. അവളത് എക്സ്പെക്റ്റ് ചെയ്ത അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അവൾ നാട്ടിൽ നിന്ന് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത് സ്റ്റാർ ഫ്രൂട്ട് കഴിക്കണമെന്ന്. ഇനി അവൾ കഴിക്കില്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ അവിടെയുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിന്. ഓരോന്നൊക്കെ ടേസ്റ്റ് ഉണ്ട്, ഓരോന്നൊക്കെ വാങ്ങിയിട്ട് പെട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ടായിട്ടുണ്ടായത്. പിന്നെ നൈറ്റിലായതുകൊണ്ട് അങ്ങനെ കുറേ പോകാനുള്ള പ്ലേസൊന്നും ഇല്ല. ഒന്ന് സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയിട്ടാണ്. അപ്പോൾ കണ്ടിന്യൂ വീഡിയോ വരുന്നതാണ്. ഞാൻ ഡേ 2 ആയിട്ട് വീണ്ടും ഒരു വ്ളോഗ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വ്ളോഗുമായി ഇനിയും കാണാം. ബൈ.